ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അവർണിക മൊബൈലിൽ ഗാലറി എടുത്ത് നോക്കുക. ഈശ്വര, ഒന്നും കാണുന്നില്ലല്ലോ, ഇതൊക്കെ എവിടെ പോയി എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും മേലോട്ടും താഴത്തോട്ടൊക്കെ ഫോട്ടോസ് മാറ്റി നോക്കുക. ഒരു രക്ഷയുമില്ല, എവിടെയും കാണുന്നില്ല. വല്ലാത്ത കഷ്ടമാണല്ലോ, ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചാണല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പിന്നിൽ നിന്നൊരു ശബ്ദം, അത് കിട്ടില്ല എന്നും പറഞ്ഞ്. അപ്പോഴേക്കും അവർണിക തിരിഞ്ഞു നോക്കി. അത് കിഷോറായിരുന്നു. എൻ്റെ മോളെ, ഞാനേ പക്കാ ക്രിമിനലാ. നീ ഇന്നലെ എനിക്കെതിരെ നടത്തിയ എല്ലാ കളികളും ഞാൻ കണ്ടായിരുന്നു. എന്തായാലും ഞാനൊരു കാര്യം സൂക്ഷിക്കുമ്പോൾ അത് ഞാൻ പരമാവധി ആർക്കും കിട്ടാത്ത രീതിയിൽ സൂക്ഷിക്കും. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീ ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. അത് ഞാൻ ഓർക്കാതിരുന്നിട്ടുമില്ല. അതുകൊണ്ട് നീ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത വീഡിയോസ് ഞാൻ ഒരിക്കലും നിൻ്റെ കണ്ണിൽ കാണാൻ അനുവദിക്കില്ല. ഞാനൊരു കാര്യം ചെയ്തിരിക്കുന്നതേ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയാ. അത് തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ആ വീഡിയോ നിനക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റാത്തക്ക വിധം ഞാൻ ഡിലീറ്റ് ചെയ്തു. അത് കേട്ടതും അവർണിക ഞെട്ടി. നീ എന്താ കരുതിയേ ഈസി ആയിട്ട് എന്നെ ഉറക്കി കിടത്തിയിട്ട് എൻ്റെ മൊബൈലിൽ നിന്നുള്ള രഹസ്യങ്ങളൊക്കെ തട്ടിയെടുക്കാന്നല്ലേ? എന്നാൽ നടക്കില്ലടി, അത് ഈ ജന്മത്ത് നടക്കില്ല. ഞാനൊരു ഗുണ്ട. അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നീ ചെയ്തു കൂട്ടിയ ഒരു കാര്യവും ഇനി നടക്കാൻ പോകുന്നില്ല. എന്തൊക്കെ വിചാരിച്ചാലും ശരി, നീയും നിൻ്റെ ഡാഡിയും ഇറങ്ങിപ്പോയാലും തൂങ്ങിച്ചത്താലും നിനക്ക് ആ വീഡിയോ കിട്ടാൻ പോകുന്നില്ലടി. അത് ഞാൻ എത്തേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും നിനക്കത് കിട്ടില്ല. അത് കേട്ടതും, നീ എന്തിനാ ഗീതാഞ്ജലിയുടെ കയ്യിൽ നിന്നും ആ വീഡിയോസുകൾ തട്ടിയെടുത്തത്? എന്നിട്ട് ഗീതാഞ്ജലിയെ ഭീഷണിപ്പെടുത്തുന്നത്? നിന്റെ ഗീതാഞ്ജലിയെ ഞാൻ ഭീഷണിപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷെ ആ പണം എനിക്ക് വേണം. പണം എന്നൊരു സാധനം എൻ്റെ കയ്യിൽ എത്തണമെങ്കിൽ, അതും രാധികാമ്മയെ കൊണ്ട് എൻ്റെ കയ്യിൽ എത്തിക്കണമെങ്കിൽ എനിക്ക് ആ വീഡിയോസുകളുടെ ആവശ്യമുണ്ട്. ഞാൻ ആഗ്രഹിച്ചതെല്ലാം രാധികാമ്മയിൽ നിന്നും ഞാൻ നേടും. പണം അതെനിക്കൊരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത എന്നെ രാധികാമ്മ കൂടെ നിർത്തും. രാധികാമ്മ ഞാൻ ചോദിക്കുന്ന പണം വാരിയെറിഞ്ഞു തരും. അതിനു വേണ്ടിയാ ഈ വീഡിയോസുകൾ. അത് നീ ഈസി ആയിട്ട് അങ്ങെടുത്ത് ഗീതാഞ്ജലിക്ക് കൊടുത്താൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കാശ് വേണ്ടേ? എൻ്റെ ഡാഡിയെ പറയാനോ എൻ്റെ ഡാഡിയെ കുറ്റപ്പെടുത്താനോ നിനക്കൊരു അധികാരവും അവകാശവും ഇല്ല. എൻ്റെ ഡാഡി ഇങ്ങനെ പണത്തിന് വേണ്ടി ആർത്തിമുത്ത് നടക്കുന്ന ഒരാളല്ല. നീ കുറച്ചു മുമ്പ് ചോദിച്ചല്ലോ, എൻ്റെ ഡാഡിയെ ഞാൻ തൂങ്ങിച്ചത്താലും കുഴപ്പമില്ലാന്ന്. എൻ്റെ ഡാഡിയെക്കുറിച്ച് പറയാൻ നിനക്ക് എന്ത് അധികാരമാണ് ഉള്ളത്? എൻ്റെ ഡാഡി എന്തൊക്കെയാണ് നിനക്ക് വേണ്ടി ചെയ്തെന്നറിയാമോ? 10 കോടി രൂപ അക്കൗണ്ടിൽ ഇട്ട് തന്നതുവരെ നിന്നെക്കുറിച്ച് ഓർത്താ, നിനക്ക് വേണ്ടിയാ. എന്നിട്ടും അതുപോലും ചിന്തിക്കാതെ എൻ്റെ ഡാഡിയെക്കുറിച്ച് പറയാനുള്ള അർഹത പോലും നിനക്കില്ലടാ. ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അവർണിക കിഷോറിനെ വഴക്കുറ ചെയ്ത് കേട്ട. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കൊന്നേ പറയാനുള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ ഇനി ഒരു കള്ളത്തരവും നടക്കില്ല. നീ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, ആ വീഡിയോസുകൾ നിനക്കിനി ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. കിഷോറായി പറയുന്നേ, കിഷോർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്യത്തിലെത്താതെ കിഷോറിന് പിന്നെ വിശ്രമമില്ല. മനസ്സിലായോടി എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അങ്ങ് പോവുക. കിഷോർ പോയി കഴിഞ്ഞതും അവർണികയുടെ ആ ഞെട്ടലും മുഖമൊക്കെ അങ്ങ് മാറി. എന്നിട്ട് അതൊരു ചിരിയായി. ആ ചിരിയിലൂടെ അവർണിക, എടാ കിച്ചു, നീ അത് എടുത്തത് ഗീതാഞ്ജലിയെ ചതിച്ചിട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് സേഫാക്കി വെക്കേണ്ട അടുത്ത് തന്നെ സേഫാക്കി വെച്ചിട്ടുണ്ട്. ആ വീഡിയോസുകൾ നീ എൻ്റെ മൊബൈലിൽ നിന്നും വളരെ സിമ്പിളായിട്ട് എടുത്ത് കളയുമെന്ന് എനിക്കറിയാം. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ആ വീഡിയോസുകൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്തക്ക വിധം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടടാ. നീ തോട് ചാടിയാലേ ഞാൻ 6 ചാടുന്നവളാ എന്നും പറഞ്ഞ് അവർണിക നല്ല സ്ലോ മോഷനിൽ മുകളിലേക്ക് പോവുകയാണ്. അതിനുശേഷം അലമാര തുറന്ന് തൻ്റെ ഹാൻഡ് ബാഗ് എടുത്തു. അതിൽ നിന്നും പെൺഡ്രൈവും, ആ പെൺഡ്രൈവിനകത്ത് ഗീതുവിനുള്ള വീഡിയോ അവർണിക സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കിഷോറിന് ഇത് ഇടിവെട്ട് തിരിച്ചടിയും. കിഷോർ അറിയാതെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിലാസിനെയാണ്. വിലാസിനെ ഡ്രൈ ഫ്രൂട്ട്സ് തിന്നുകൊണ്ടിരിക്കുക. കശുവണ്ടിയും മുന്തിരിയും ബദാമും പിന്നെ അങ്ങനെ കുറേ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. പിസ്തയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിലാസിനെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ വന്ന് 2 എടുത്ത് കഴിക്കുക. നീ കഴിക്കണ്ട. അതെന്താ ഞാൻ കഴിച്ചാൽ? ഗർഭിണികളെ ഡ്രൈ ഫ്രൂട്ട് കഴിക്കാൻ പാടില്ല. അതെന്താ? ഞാൻ കഴിച്ചാൽ എന്താ കഴിക്കൂല മോളെ. ഇതൊക്കെ ഡ്രൈ ആക്കി വെച്ചിരിക്കുകയല്ലേ. ഇതിൻ്റെ പേര് തന്നെ എന്താ? ഡ്രൈ ഫ്രൂട്ട്സ്. അതുകൊണ്ട് ഇത് കഴിച്ചാൽ കുഞ്ഞുണങ്ങിപ്പോവും. ഞാനിത് കഴിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ. എന്തിനാവശ്യമില്ലാത്ത പറയുന്നേ? അതേടി, നീ ഇതിൽ തൊടുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മാത്രമുള്ളതാ എന്നും വിലാസിനെ. അത് കേട്ടതും, അയ്യടാ എന്നായിരുന്നു കേറ്റിക്കോ.
ദേ എനിക്കുള്ളതേ എൻ്റെ ഏട്ടനോട് വിളിച്ചു പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ എനിക്കിവിടെ കുറേ എത്തിക്കും. എനിക്ക് മാത്രമല്ല എൻ്റെ കുഞ്ഞിനുള്ളതും കൂടെ ചേർത്തെത്തിക്കും. അല്ലാതെ നിങ്ങളുടെ ഔദാര്യത്തിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ എനിക്ക് കൊണ്ടുതരുന്നതെന്ന് എന്തെങ്കിലും ഒന്ന് തൊട്ടാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്നും പറയാ പ്രിയ. അത് കേട്ടൊന്ന് പോടി എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനി കാലും കയറ്റിയിരുന്ന് മൊബൈൽ നോക്കി കശുവണ്ടിയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രിയ ദേഷ്യപ്പെട്ട് അങ്ങ് പോയി. പ്രിയ പോയി കഴിഞ്ഞതും ഭദ്രം വരിക. ഹായ് ഡ്രൈ ഫ്രൂട്ട്സ് എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ അത് എടുക്കാൻ വരുമ്പോഴേക്കും തൻ്റെ സാരിത്തുമ്പുണ്ട്. വിലാസിനി അത് മൂടി വയ്ക്കുകയാണ്. തൊട്ടു പോകരുത്. അതെന്താ വിലാസിനി, ഞാൻ തൊട്ടാൽ തൊട്ടു പോകരുത് എൻ്റെ ഡ്രൈ ഫ്രൂട്ട്സിൽ. ഒരു ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചു തരാൻ പോലും വക്കില്ലാത്ത നിങ്ങൾ എൻ്റെ ഡ്രൈ ഫ്രൂട്ട്സിൽ തൊടാൻ വരുന്നോ? തൊട്ടാൽ നിങ്ങളുടെ കൈ ഞാൻ വിട്ടും. അങ്ങനെ പറയരുത് വിലാസിനി. ഞാൻ നിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലേ, എനിക്കും കുറച്ച് ആരോഗ്യമൊക്കെ വേണ്ടേ? അപ്പോൾ എനിക്കിത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തന്നാലല്ലേ എനിക്ക് ആരോഗ്യം ഉണ്ടാവും. നിങ്ങളത് കഴിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആരോഗ്യം മതി. ഇഷ്ടത്തിന് തടിയുണ്ടല്ലോ. ഇപ്പം തടി വെക്കേണ്ടതും ആരോഗ്യം വേണ്ടതും എനിക്കാ, അല്ലാതെ നിങ്ങൾക്കല്ല. മനസ്സിലായോ? മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോ. ഇത്രയും കാശ് കിട്ടിയിട്ടും 1 രൂപ പോലും എനിക്ക് തരാതെ എല്ലാം ഒറ്റയ്ക്ക് അങ്ങ് തിന്നില്ലേ? അപ്പം ചിന്തിക്കണമായിരുന്നു. അപ്പം വണ്ണം വെക്കണമെന്ന് തോന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് മിണ്ടാതെ പൊയ്ക്കോ എന്നും പറഞ്ഞ് വിലാസിന് കാലും കയറ്റി ഇങ്ങനെ ഇരുന്ന് നിൽക്കുക. എനിക്കും പരിപാടി ഒരു ദിവസം എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രനും. അപ്പോൾ വിലാസിനിക്ക് ഒരു ഫോൺ വരാം. മര്യാദയ്ക്കൊരു റീൽസ് കാണാനും കൂടെ സമ്മതിക്കില്ല. ഹലോ, ഏത് റിസൾട്ട്? ആ റിസൾട്ടോ? ശരി ഞാൻ വന്ന് മേടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനി ഫോൺ വയ്ക്കുക. എടി വിലാസിനി, കുറച്ച് തരില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങളോടല്ലേ പോകാൻ പറഞ്ഞത്? അത് കേട്ടതും ഭദ്രൻ അങ്ങ് പോവാ. നാണം കിട്ടും. എല്ലാം പിന്നെ മനുഷ്യനൊന്ന് നന്നാവാന്ന് വിചാരിച്ച് അതിന് സമ്മതിക്കില്ലല്ലോ. ഇതൊക്കെ തിന്നുമ്പോൾ ഒറ്റയ്ക്ക് മുറി പൂട്ടിയിട്ട് മുറിക്കകത്തിരുന്ന് തിന്നണം. അല്ലെങ്കിൽ മരുമകളും മകനും ഭർത്താവും സമ്മതിക്കില്ല എന്നും പറഞ്ഞ് വിലാസിനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് തിന്നുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവർണികയാണ്. അവർണിക ഗീതുവിനെയും കാത്തിരിക്കുക വീഡിയോ കൊടുക്കാനായിട്ട്. അപ്പോഴേക്കും ഗീതു അജാസും എത്തിയതും അവർണിക, താൻ ശേഖരിച്ച ആ വീഡിയോ ക്ലിപ്പ് കിട്ടിയോ? അതെനിക്കെന്താ അഴക്കാതിരുന്നത് എന്നും ഗീതു ചോദിക്കുക. അത് കേട്ടതും അവർണിക ടെൻഷനോടുകൂടെ അജാസിനെ നോക്കുക. പേടിക്കണ്ട, ഇക്കയെ സംശയിക്കണ്ട, ഇക്ക നമ്മുടെ ആളാ. അത് കേട്ടതും അവർണിക ഒന്ന് ചിരിച്ചു. അതിന് ധൈര്യമായിട്ട് പറ, അതെന്താ അയക്കാതിരുന്നേ? ഞാൻ അവൻ്റെ മൊബൈലിൽ നിന്നും ഇന്നലെ രാത്രി സേവ് ചെയ്ത വീഡിയോസുകളൊക്കെ അവൻ എൻ്റെ ഫോണിൽ നിന്നും ഡിലീറ്റ് ആക്കി. അത് കേട്ടതും ഞെട്ടിപ്പോയി നമ്മുടെ ഗീതു. ഒപ്പം അജാസും. ഈശ്വര, എന്നിട്ട് എന്താ? അവന് എന്നേക്കാളും ബുദ്ധിയുണ്ടെന്നാണ് അവൻ്റെ വിചാരം. എന്നാൽ അതിനേക്കാളും ബുദ്ധി എനിക്കുണ്ടല്ലോ. അവൻ ഗീതാഞ്ജലിയുടെ കയ്യിൽ നിന്ന് ആ വീഡിയോ തട്ടിയെടുത്തത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആ വീഡിയോ അവൻ്റെ മൊബൈലിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ ഞാനത് സേഫ് ആക്കിയായിരുന്നു എന്നും പറയണം. അത് കേട്ടപ്പോൾ ഗീതുവിന് ശ്വാസം നേരെ വീണു. എന്നിട്ട് അതെവിടെ? ഇതിനകത്തുണ്ട് എന്നും പറഞ്ഞാൽ പെൺഡ്രൈവ് എടുത്ത് കൊടുക്കുക. പെൺഡ്രൈവ് എടുത്ത് കൊടുത്തതും ഗീതു, എന്നാ ഇതൊന്ന് ഇട്ടേക്കട്ടെ. അപ്പോൾ അവർണിക ലാപ്ടോപ്പ് എടുത്ത് ലാപ്ടോപ്പിൽ അത് കണക്ട് ചെയ്തപ്പോൾ രാധിക പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ വരികയാണ്. അത് കേട്ടതും മതി, ഇത് മാത്രം മതി, രാധികാമ്മയെ പുറത്താക്കാൻ ഇത് മാത്രം മതി. അത് കേട്ടതും എനിക്ക് വിശ്വാസമില്ല എന്നും അജാസ്. അതെന്തായിക്കാ അങ്ങനെ പറഞ്ഞേ? ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഗോവിന്ദ് സാറ് ചിലപ്പോൾ രാധികാമ്മയെ ചോദ്യം ചെയ്യുമായിരിക്കും. അപ്പോൾ രാധികാമ്മ ഒന്ന് പൊട്ടിക്കരയും. അതിനുശേഷം, കണ്ണാ, നീ കണ്ടില്ലേ ഗീതു എന്നെ ഭീഷണിപ്പെടുത്തിയത്? ഗീതുവിൻ്റെ ഭീഷണിക്ക് മുൻപിൽ വേറെ വഴിയില്ലാതെ ഞാൻ പറഞ്ഞു പോയതാ എന്ന് രാധികാമ്മയും പറയും. ഒരു പക്ഷേ അങ്ങനെ കേൾക്കുമ്പോഴേക്കും ഗോവിന്ദ് സാറ് രാധികാമ്മയ്ക്ക് മാപ്പ് കൊടുക്കും. പിന്നെ കരച്ചിലായി, പിഴിച്ചിലായി, മൂക്കുപിഴിയലായി. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഇവിടെ ഗോവിന്ദ് സാറൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അത് കേട്ടതും അപ്പം പിന്നെ ആ വരുണും സുവർണയും പറഞ്ഞ വീഡിയോസുകളും കൂടെ കിട്ടണം. അതും കൂടെ കിട്ടിയാലേ കാര്യം നടക്കൂ. അത് എവിടെയാവും വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഗീതാഞ്ജലി. പക്ഷെ ഞാൻ ശ്രമിക്കാം. എങ്ങനെയെങ്കിലും ഞാനത് കണ്ടുപിടിച്ച് തരും. അത് കേട്ടതും ചിലപ്പോൾ ഗോവിന്ദ് സാറിന് സംശയം വരും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാധികാമ്മയുടെ മുൻപിൽ അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഗോവിന്ദ് സാറ് എന്നെ വിളിച്ചിട്ട് ഗീതുവിനെ ഒന്ന് കൂടെ സൂക്ഷിച്ച് കൊണ്ട് നടക്കണം. ഗീതുവിന് ശത്രുക്കൾ കൂടുതലുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ആൾക്കാർ ഗീതുവിൻ്റെ ശത്രുവാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് പറയുമായിരിക്കും. ഗോവിന്ദ് സാറിൻ്റെ മനസ്സിൽ രാധികാമ്മയോടുള്ള സംശയവും ദേഷ്യമൊന്നും പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗീതു. അതുകൊണ്ടാണ് രാധികാമ്മയെ സങ്കടപ്പെടുത്താനോ ഇതാക്കാനോ ഗോവിന്ദ് സാറിന് പറ്റാത്തത്. അത്രയ്ക്ക് ബന്ധമാണ് അവർ തമ്മിലുള്ളത് എന്നൊക്കെ പറയുക. ഇത് കേട്ടത് നമ്മുടെ അവർണിക, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗീതാഞ്ജലി? സാരില്ലടാ, താൻ വിഷമിക്കൊന്നും വേണ്ട. എന്തായാലും ഇത് ഞാൻ ഗോവിന്ദ് സാറിനെ കാണിക്കും, കണ്ണേട്ടനെ കാണിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ ഇരിക്കുക. ഈ സമയം എന്നാൽ നമുക്ക് പോകാം അവർണിക. കുടിക്കാൻ എന്തെങ്കിലും പറയാം, എന്നിട്ട് പോയാൽ മതി. അത് വേണ്ട,
സമയം ഒട്ടുമില്ല. എന്നാ പോവാം. ഞാൻ വരുന്നില്ല, ഞാനൊരു ക്യാപ്പച്ചിനോ പറഞ്ഞിട്ടുണ്ട്, അത് കുടിച്ചിട്ട് വരാം. നടക്കട്ടെ, ഗർഭിണിയുടെ ആഗ്രഹമായിരിക്കും അല്ലേ? അത് കേട്ടതും അവർണികയുടെ കണ്ണ് നിറഞ്ഞു, കണ്ണുനീരൊഴുകാൻ തുടങ്ങി. അപ്പോൾ ഗീതു സോറി അവർണിക, സാരമില്ല ഗീതാഞ്ജലി, എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് എന്നും പറഞ്ഞ് അവർണിക കണ്ണുനീർ തുടക്കുക. ശരി, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ ഇത് കണ്ട് ഇമോഷണൽ ആകണ്ട, പൊയ്ക്കോ എന്നും പറയാം. അങ്ങനെ അജാസും ഗീതും അവിടെ നിന്നും വെളിയിലേക്ക് പോവുക. എന്നിട്ട് റിസപ്ഷൻ്റെ അവിടെ നിന്നിട്ട് അവർ സംസാരിക്കുകയാണ്. എന്തായാലും അവർണികയുടെ കാര്യം കഷ്ടം തന്നെയാണ് അല്ലേ ഇക്ക? അതെ, പാവം, എന്ത് ചെയ്യാനാ? അല്ല ഇക്ക പറഞ്ഞല്ലോ കണ്ണേട്ടൻ രാധികാമ്മയെ സംശയിക്കില്ല എന്ന്. പക്ഷെ ഏതെങ്കിലും ഒരു തരത്തിൽ സംശയിച്ചാലോ? അത് കേട്ടതും സംശയിക്കുമായിരിക്കും. പക്ഷെ രാധികാമ്മ ഗോവിന്ദ് സാറിനെ കൊല്ലാൻ നോക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്താന്ന് വെച്ചാൽ ഗോവിന്ദ് സാറിനോട് രാധികാമ്മയ്ക്ക് സ്നേഹക്കുറവൊന്നുമില്ല. ഗോവിന്ദ് സാറിൻ്റെ സ്വത്തുക്കളെല്ലാം രാധികാമ്മയുടെ സ്വന്തം മക്കൾക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹമൊന്നുമല്ലാതെ ഗോവിന്ദ് സാറിനെ കൊല്ലാനൊന്നും രാധികാമ്മ നോക്കില്ല. എനിക്കറിയാവുന്ന എൻ്റെ പഴയ ബോസ് അങ്ങനെയാ. അത് കേട്ടതും കണ്ണേട്ടിന് കൊടുത്തിട്ടുള്ള എന്തോ കൈവശം അവർ അജാസിക്കയ്ക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇക്ക ഇങ്ങനെ സംസാരിക്കുന്നത്. അയ്യോ അല്ല പെങ്ങളെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഒരിക്കലും രാധികാമ്മ ഗോവിന്ദ് സാറിനെ കൊല്ലാൻ നോക്കില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോയെന്നറിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും ഞാനൊന്നേ പറയുള്ളൂ, ഒരിക്കലും ഗോവിന്ദ് സാർ രാധികാമ്മയെ സംശയിക്കില്ല. അല്ല ഇക്ക, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? പെറ്റമ്മയോട് ദേഷ്യം കാണിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണല്ലോ കണ്ണേട്ടനിപ്പോൾ പോറ്റമ്മയോട് സ്നേഹം കാണിക്കുന്നത്. ആ പെറ്റമ്മ കണ്ണേട്ടനെ സ്നേഹിക്കാൻ തുടങ്ങിയാലോ? ആ പെറ്റമ്മയോടുള്ള സ്നേഹം കണ്ണേട്ടൻ്റെ മനസ്സിൽ നിന്ന് പുറത്തു വന്നാലോ? ആ പെറ്റമ്മ കണ്ണേട്ടനെ സ്നേഹിച്ച് ഉള്ളം കൈ കൊണ്ട് നടന്നാലോ? അങ്ങനെ നടക്കുമ്പോൾ ചിലപ്പോൾ രാധികാമ്മയോടുള്ള സ്നേഹം ഗോവിന്ദ് സാർ മറക്കുമായിരിക്കും. ഇക്ക പറ, ഇക്കയ്ക്ക് എപ്പോഴെങ്കിലും ഇക്കയുടെ ഉമ്മാനെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നിട്ടില്ലേ? അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് കണ്ണുനീരാ ഗീതു വരുന്നത്. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒരിക്കൽ പോലും എൻ്റെ ഉമ്മയെ കാണണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലിങ്ങനെ വരും. അപ്പോഴൊക്കെ കാണുന്നത് ഞാൻ വളർന്ന് കളിച്ചു വളർന്ന ആ മണ്ണിലെ ആ ഉമ്മമാരെയാ. എന്ത് ചെയ്യാനാ? അച്ഛനും അമ്മയും ഇല്ലാത്ത സങ്കടം എനിക്കേ അറിയൂ. ഉണ്ടായിട്ട് അതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഗോവിന്ദ് സാറിനും ഇല്ല എന്നൊക്കെ അജാസ് നിറകണ്ണുകളോടെ പറയാ. വിഷമിക്കേണ്ട ഇക്കയ്ക്കും ഒരു നല്ല ദിവസം വരും. അതുപോലെ ഗോവിന്ദ് സാറിനെയും സ്വന്തം അമ്മയെയും ഞാൻ ഒന്നിപ്പിക്കും. ആ പെറ്റമ്മ ഗോവിന്ദ് സാറിനെ സ്നേഹിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. സത്യമാണോ ഗീതു പറയുന്നത്? സത്യമാണ്. സത്യമായിട്ടത് സംഭവിക്കും. ഉറപ്പായിട്ടും ഗോവിന്ദേട്ടനും വിജയലക്ഷ്മി അമ്മയും ഒന്നിക്കണം. അവർ പരസ്പരം സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിക്കണം. അവർ രണ്ടുപേരെയും ഒന്നിപ്പിച്ച് രാധികാമ്മയ്ക്ക് നേരെ ഒരു വലിയ ആയുധമാക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. നടക്കുമോ പെങ്ങളെ? നടക്കുമെന്നേ എന്നൊക്കെ പറയുകയാണ്. ഈ സമയം അവർണിക വരിക. അല്ല, നിങ്ങളിതുവരെ പോയില്ലേ? ഇല്ലടോ. എന്തായാലും താൻ എന്താ കാർ എടുക്കാതെയാണോ വന്നത്? അതെ ഗീതാഞ്ജലി, ഞാൻ കാർ എടുത്തില്ല, ഒറ്റയ്ക്കിങ്ങ് പോന്നു. എന്നാൽ പിന്നെ ഇക്ക തന്നെ ഡ്രോപ്പ് ചെയ്യും. അതെന്താ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഇടം വരെ പോകാനുണ്ട്. താനിക്ക് എൻ്റെ കൂടെ പോയിക്കോ. അയ്യോ, അത് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഞാൻ ആ റൂട്ടിൽ തന്നെ പോകുന്നത് എന്നും അജാസ്. ഇത് കേട്ടതും ഒരുപാട് സന്തോഷമായി. അവർണിക പോയി അജാസിനോടൊപ്പം പോവുകയാണ്. ഈ സമയം പിന്നെ കാണിക്കുന്ന ഗോവിന്ദനെയാണ്. ഗോവിന്ദൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക, പാട്ടൊക്കെ പാടി. അപ്പോഴേക്കും ഗീതുവിൻ്റെ കോള് വരിക. ഗീതുവിൻ്റെ കോള് കണ്ടതും ഗോവിന്ദ്, ഹായ്, ഗീതു ആണല്ലോ വിളിക്കുന്നത്, എന്താണെന്ന് ചോദിക്കാം എന്നും പറഞ്ഞ. ഹലോ, എന്താണ് മാഡം, എവിടെയാണ് കാലത്തെ തന്നെ? അതെ, ഞാനൊന്ന് ഷോപ്പിങ്ങിന് വന്നതാ. അപ്പം പിന്നെ എന്നെ കൂടെ വിളിക്കാറുന്നില്ലേ? ഞാനും കൂടെ വരുമായിരുന്നല്ലോ. ഷുവറായിട്ടും. അതെന്താ, ഭാര്യയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകണമെന്നുള്ള ആഗ്രഹമൊന്നും നമുക്കില്ലേ? എനിക്കും അതുകൊണ്ട് സഹോദരി എന്നും പറയാം. ഓ, സഹോദരിയോ? അല്ല, ഭാര്യയെ എന്നും ഗോവിന്ദ്. അങ്ങനെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ വന്നൂടായിരുന്നോ? അതുമല്ല, പിന്നെ നമ്മൾ അങ്ങനെയുള്ള ഭാര്യയും ഭർത്താവും അല്ലല്ലോ. അതുകൊണ്ട് കണ്ണേട്ടന് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? അതൊന്നും താൻ അറിയണ്ട. പിന്നെ ഞാൻ ആഗ്രഹിച്ചാൽ എന്താ കുഴപ്പം? തൻ്റെ ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങണമെന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ടാവുമല്ലോ എന്നും ഗോവിന്ദ് പറയുക. അത് കേട്ടതും എന്നാ പിന്നെ ഇങ്ങ് പോര്. പിന്നെ ഗീതു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒറ്റയ്ക്ക് എവിടെയും പോരുതെന്ന്. പിന്നെ എന്തിനാ ഒറ്റയ്ക്ക് പോയത്? എന്നെക്കുറിച്ച് ഓർത്ത് പേടിക്കൊന്നും വേണ്ട. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം, എന്നെ രക്ഷിക്കാനും എനിക്കറിയാം. അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഇങ്ങ് വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക. ഞാൻ വരണോ? ഞാനിവിടെ ഉണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ വരാം. ഈ ഹോട്ടലിൽ ഞാൻ കാത്തിരിക്കും. എന്നാൽ ഞാൻ ഉറപ്പായിട്ടും വരും എന്നും ഗോവിന്ദ്. അത് കേട്ടതും എന്നാ വാ മാഷേ എന്നും പറഞ്ഞുകൊണ്ട് ഗീത ഫോൺ കട്ട് ചെയ്യുക. അവൾക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്, പ്രത്യേകതരം ഇഷ്ടം. ആ ഇഷ്ടം എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ.
അത് പ്രേമമായിരിക്കുമോ എന്നും ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് പ്രേമത്തിൻ്റെ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുക. ഗീതുവിന് അത് തന്നെയാണ് ചിന്ത. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.